അത് മുടങ്ങാതെ ചെയ്യണം. വർഷേ, വിക്രമിനെ വീട്ടിലേക്ക് കൊണ്ടുപോകല്ലേ? ആ വീട്ടിൽ ഞാൻ വർഷേ, പെട്ടെന്നൊരു മാറ്റമാണ് പ്രതീക്ഷിക്കുന്നെങ്കിൽ ഭാര്യയായി നിങ്ങൾ തന്നെ വിക്രമിന്റെ കൂടെ നിൽക്കണം. വണ്ടി എടുത്തോണ്ട് പറ. നിന്ന് ബോറടിച്ചു അല്ലേ? ഒന്നും മനഃപൂർവ്വമല്ല. പ്രകാശിന്റെ സമയത്തിന് ഇപ്പൊ ഈ പ്രയോറിറ്റി തരാനേ സാധിക്കൂ. മുൻപൊക്കെ പ്രകാശം വരുന്നതും കാത്ത് കുറുപ്പ് നിന്നിരുന്നു. അന്ന് പ്രകാശന്റെ സമയത്തിന് വിലയുണ്ടായിരുന്നു. എന്നെന്തിനാ കാണണമെന്ന് പറഞ്ഞത്? പ്രകാശ, നിനക്ക് എന്നോട് ചോദിക്കാനുള്ള ചോദ്യം ഇതല്ലല്ലോ. നിങ്ങൾ എന്തിനാ എന്റെ ജോലി ഇല്ലാതാക്കിയത് എന്നല്ലേ ഈ ചോദ്യം വരേണ്ടത്? അതെ, ഞാൻ തന്നെ നിന്റെ ജോലി കളയിച്ചത്. പണ്ടൊക്കെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിരുന്നു പൊതുപ്രവർത്തകർ. ഇപ്പോ മറ്റുള്ളവരുടെ അന്നം മുട്ടിക്കുന്നവരാണ് പൊതുപ്രവർത്തകർ എന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ നിങ്ങൾ ചോദിച്ച പണം മുഴുവനും തന്നു തീർത്തതാണ്. പോരാത്തതിന് അതിൻ്റെ ഇരട്ടി വിലയുള്ള എൻ്റെ വീടും നിങ്ങൾ സ്വന്തമാക്കി. ഇനിയെങ്കിലും ഈ ചെറ്റത്തരൊന്ന് അവസാനിപ്പിച്ചൂടെ എൻ്റെ കുറുപ്പ് സാറേ? കുറുപ്പ് സാറേ, പണവും സ്വാധീനമൊക്കെ നിങ്ങൾക്ക് ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആളമുട്ടിയാലേ ചേരയും കടിക്കുന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. സഹിയേട്ടാലേ നിങ്ങളുടെ പൊള്ളക്ക് കത്തി കയറ്റിട്ട് ഈ പ്രകാശനുണ്ടല്ലോ ജയിലിൽ പോയി കിടക്കും. പ്രകാശ, അതിനുള്ള ചങ്കുറപ്പ് നിനക്കില്ല. മാത്രമല്ല, അത് നീ ചെയ്താൽ നീ എക്കാലവും ആ കുടുംബത്തിലെ വെറുക്കപ്പെട്ട ജന്മമായിരിക്കും. കാര്യം, എൻ്റെ 2 മക്കളുണ്ട് അവിടെ. അതുകൊണ്ട് നീ വലിയ വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ഞാൻ പറയുന്ന കേട്ട് അനുസരിക്കാൻ നോക്ക്. നീ പറഞ്ഞ നേരാ. നീ എനിക്ക് തരാനുള്ള പണമൊക്കെ നേരത്തെ തന്നു കഴിഞ്ഞതാ. പക്ഷേ ആ പണം നീ നിന്റെ അനുജന് കൊടുക്കാനുള്ള പണമായിട്ടേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. പിന്നെ നീ നേരത്തെ പറഞ്ഞ ജയിലിൽ പോകുന്ന കാര്യമുണ്ടല്ലോ, അതിനുള്ള യോഗം നിന്റെ ജാതകത്തിലുണ്ടെന്ന് നിന്റെ അച്ഛൻ മാധവൻ നായരോടൊന്ന് പോയി ചോദിച്ചു നോക്ക്. കുറുപ്പ് സാറേ, മറ്റിടത്ത്. അതേടാ, നീ എനിക്ക് ഒപ്പിട്ട് തന്ന മുദ്രപത്രങ്ങൾ ഞാൻ കോടതിയിൽ സമർപ്പിച്ചാൽ പ്രകാശൻ മാധവൻ നായർ എന്ന് പറയുന്ന നീ കമ്പി എണ്ണും. എന്താ കാണണോ നിനക്ക്? അതൊന്നും വേണ്ടെങ്കിൽ നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം. എന്നെ 2 മക്കളും നിന്റെ കുടുംബവുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരണം. മനസ്സിലായില്ലേ? ജഗൻ വന്ദനെ ഉപേക്ഷിക്കണം. അതുപോലെ ഹരിത മനോജിനെയും. അതെന്നെ കൊണ്ട് പറ്റില്ല. ഒരിക്കലും പരാജയപ്പെട്ടത് നിങ്ങൾ കൂടി കണ്ടതല്ലേ? എടാ, ആ പ്രകാശനല്ല നീ ഇപ്പോ. അതെ എടാ, എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വല്യേട്ടന്റെ വേഷമാണ് നിനക്ക്. ഇപ്പോ നിന്റെ കയ്യിലുള്ള ആയുധമുണ്ടല്ലോ, സ്നേഹം. ആ ആയുധത്തെ വിശ്വാസത്തിൽ രാഗിയെടുത്താൽ ഒരല്പം മൂർച്ച കൂടുതലാണിതിന്. എടാ, അത് വച്ച് വെട്ടിയാൽ ഏതു പൂക്കിൽ കൂടി ബന്ധവും മുറിയും. പ്രകാശ, ഇപ്പൊ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടല്ലോ. ജയിലിലെ അതിനും വിലക്കാടാ.
നീ ചിന്തിക്കേ. എനിക്ക് മറുപടി പറയാൻ കുറച്ച് സമയം വേണം. തീരുമാനം എന്തായാലും അധികം വൈകാതെ എന്നെ അറിയിക്കണം. വിക്രം, ഇപ്പോ മറ്റു അസ്വസ്ഥതയൊന്നും ഇല്ലല്ലോ അല്ലേ? എഴുന്നേറ്റ് നടക്കാൻ എല്ലാം സാധിക്കും. പക്ഷേ അതിന് കുറച്ച് സമയമെടുക്കും. വിക്രമിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഓക്സിജൻ ലെവൽ വരെ വളരെ കുറവായിരുന്നു. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. ഡോക്ടർ എത്ര നാളായി ഇവിടെ? ഡിസ്ചാർജ് എഴുതി കഴിഞ്ഞു. ഇന്ന് തന്നെ പോകാം. വിക്രം ഇത്രയും പെട്ടെന്ന് പ്രോഗ്രസ് ആയതിന്റെ പിന്നിൽ വർഷയുടെ കെയറും കൂടിയുണ്ട്. വർഷേ, ഞങ്ങളുടെ ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞ ഒരു 40% ആള് ശരിയായിട്ടുള്ളൂ. ബാക്കി 60% ഇനി അങ്ങോട്ടുള്ള പരിചരണത്തിലായിരിക്കുന്നത്. മെഡിസിൻ എടുത്തിട്ട് പോണം. കൃത്യമായിട്ട് ആഹാരം കഴിക്കണം. മുടക്കം വരാൻ പാടില്ല. ധാരാളം വെള്ളം കുടിക്കണം. നല്ല ഉറക്കവും വേണം. പിന്നെ കുറച്ച് എക്സസൈസും വേണം. അത് ഫിസിയോതെറാപ്പിസ്റ്റ് കാണിച്ചു തരും. അത് മുടങ്ങാതെ ചെയ്യണം. വർഷേ, വിക്രമിനെ വീട്ടിലേക്ക് കൊണ്ടുപോകല്ലേ? ആ വീട്ടിൽ ഞാൻ വർഷേ, പെട്ടെന്നൊരു മാറ്റമാണ് പ്രതീക്ഷിക്കുന്നെങ്കിൽ ഭാര്യയായി നിങ്ങൾ തന്നെ വിക്രമിന്റെ കൂടെ നിൽക്കണം. ഞാൻ എപ്പോഴും പറയാറില്ലേ, യഥാർത്ഥ ചികിത്സയെന്ന് പറയുന്നത് സ്നേഹവും പരിചരണവും. ഇനി ചെക്കപ്പിന് വരുമ്പോ ഓടിച്ചാടി നടക്കണം കേട്ടോ. അപ്പോ വർഷ വിക്രത്തിനൊപ്പം വീട്ടിലേക്ക് പോവല്ലേ? പോവാം. ഈ മെഡിസിൻ ഒരാള് ഫാർമസിന്ന് വാങ്ങിക്കോളൂ. ഇങ്ങ നീക്ക്. മെഡിസിൻ ഞാൻ വാങ്ങാം. ശ്യാമ നീക്കേ. ഏയ്, ക്യാഷ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ആ, ഒരാൾ വന്നാ ബില്ല് തരാം. ഞാൻ വരാം. ഞാനിപ്പോ പോയിട്ട് വരാം.